എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു ഫോട്ടോ കാണിക്കാം. ഈ ഫോട്ടോ പാല റിങ് റോഡ്, നാട്ടുകാർ ബൈപ്പാസ് എന്നും ഒക്കെ പറയുന്ന റിങ് റോഡ്, തൊടുപുഴയിൽ നിന്ന് കിഴതടിയൂർ പള്ളിയുടെ ഭാഗത്ത് നിന്ന് കടന്ന് രാമപുരം റോട്ടിൽ കൂടെ കയറി മരിയൻ സെൻറ്ററിൻ്റെ അവിടെ പോയി ആ മെയിൻ റോഡിലേക്ക് ഇറങ്ങുന്ന റിങ് റോഡിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗം, ഈ ചൂണ്ട പോലെ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഭാഗം, ഇതാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇനി ഒരു ഫോട്ടോയും കൂടെ ഞാൻ കാണിക്കാം. ആ ഫോട്ടോ എന്ന് പറയുന്നത് ഈ റോഡ് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പോകേണ്ടത് എന്നാണ് ഈ രണ്ട് പച്ച വരകൾ കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും വർഷങ്ങളായിട്ടും ഈ റോഡ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയി പോകാത്തത് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായി അറിഞ്ഞതും കിട്ടിയ രേഖകളുടെയും അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് സാമൂഹിക പരിഷ്കർത്താവായ ഡോക്ടർ പൽപ്പുവിൻ്റെ കൊച്ചുമോളുടേതാണ് ഈ ചിത്രത്തിൽ കാണുന്ന ആ വീട്. ഇതിൻ്റെ പുറകിൽ പാലായിലെ രാഷ്ട്രീയ നേതാവായ കെ.എം. മാണിയുടെ അറിയപ്പെടുന്ന രാഷ്ട്രീയ പക ആണ് നാട്ടുകാരിങ്ങനെ ഈ കഷ്ടം അനുഭവിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം. ഈ ഡോക്ടർ പൽപ്പുവിൻ്റെ കൊച്ചുമോളുടെ വീടിൻ്റെ മതിൽ മരിയൻ സെൻറ്ററിൻ്റെ അങ്ങോട്ട് കയറുമ്പോഴും മെയിൻ റോഡിലോട്ട് പോകുമ്പോഴും ഒക്കെ വളരെ നീളത്തിൽ ഇവർക്ക് മതിലുണ്ട്. ഈ മതിലിൽ ഒരു കാലത്ത് മാണി കോൺഗ്രസ്സുകാർ കൊണ്ടേ ഇവരുടെ മതിൽ വീട്ടുകാരുടെ സമ്മതമില്ലാതെ പോസ്റ്റർ ഒട്ടിച്ച് വെച്ചു. പോസ്റ്റർ ഒട്ടിച്ച് വെച്ചത് വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. വീട്ടുകാർ പറഞ്ഞു ഈ പോസ്റ്റർ പറിച്ചേ പറ്റുള്ളൂ, പോസ്റ്ററുകൾ. അത് പാർട്ടിയുടെ സമുന്നത നേതാവ് പറഞ്ഞു. പുള്ളി അന്നേരം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എൻ്റെ പോസ്റ്റർ ഒട്ടിക്കാൻ പറ്റാത്ത ആണെങ്കിൽ ആ വീട് തന്നെ അവിടെ വേണ്ട, നിൻ്റെ വീട് പാല മണ്ഡലത്തിൽ പോലും ഞാൻ ഇരുത്താൻ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് തൊട്ട് പരിപാടി അങ്ങോട്ട് തുടങ്ങി, ശത്രുത തുടങ്ങി. പിന്നീട് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ അടുത്ത കാലം വരെ പാല മുനിസിപ്പാലിറ്റി ഭരിച്ചുകൊണ്ടിരുന്നതിൻ്റെ തലവനായ ഒരു മനുഷ്യൻ, അയാൾ അറിയപ്പെടുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് മേധാവിയാണ്. അയാൾ ഈ മരിയൻ സെൻറ്ററിൻ്റെ വാതക്കലേക്ക് കയറുമ്പോൾ ബ്രില്യൻറ്റിൻ്റെ കോളേജിൻ്റെ ഒക്കെ ആ സൈഡിൽ അവിടെയായിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത്. 25 സെൻറ്റ് സ്ഥലമുണ്ട്. ഈ സ്ഥലം അവിടെ ഏതാണ്ട് ഒരു 70 ലക്ഷം മുതൽ 80 ലക്ഷം രൂപ വരെ സെൻറ്റിന് വിലയുണ്ട്. ഇയാൾ ആ സ്ഥലം കണ്ടങ്ങ് ഇഷ്ടപ്പെട്ട് മോഹിച്ചിട്ട് അവിടെ ചെന്ന് ഈ സ്ഥലത്തിന് വില പറഞ്ഞു. ഇവർ വില പറഞ്ഞപ്പോൾ ഈ വീട്ടുകാർ പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാർ ഉറങ്ങുന്ന മണ്ണാണ് ഇത്, ഞങ്ങൾ തരികരുതെന്ന് പറഞ്ഞു. അതിവർക്കങ്ങ് വാശിയായി. അയാളും മാണി പാർട്ടിയുടെ അവിടുത്തെ വലിയ പുള്ളിയാണ്. അപ്പോൾ അതിൻ്റെ പേരിലും വാശിയായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ സ്ഥലം ഇവർ നിരന്തരമായിട്ട് വിവിധങ്ങളായ രീതിയിൽ ഇവരെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥയിലോട്ട് ചെന്നു. കണ്ടമാന ശല്യമായി കഴിഞ്ഞപ്പം വീട്ടുകാർ പറഞ്ഞു, ഞങ്ങളുടെ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ട്, അച്ഛനെ അടക്കിയ സ്ഥലമാണ്, അമ്മയുടെ കാലശേഷം കഴിഞ്ഞ ശേഷം നിങ്ങൾക്കിത് തരാം, അല്ലെങ്കിൽ ആലോചിക്കാം എന്ന് പറഞ്ഞു. ഏതൊക്കെയാലും അമ്മയുടെ കാലശേഷം കഴിഞ്ഞു, അമ്മ മരിച്ചു 4-ാം ദിവസം ഈ മാണിപ്പാർട്ടിയുടെ നേതാവ് അവിടെ കയറി ചെന്നു. അപ്പം ഞാൻ ഉടമസ്ഥനോട് സംസാരിച്ചപ്പോൾ ഉടമസ്ഥൻ പറയുക, അമ്മ മരിക്കാൻ വരെ ചിലപ്പോൾ ഇയാൾ ഇരുന്ന് പ്രാർത്ഥിച്ച് കാണും, കാരണം ഈ വസ്തു മേടിക്കാനുള്ള ഉദ്ദേശമാണല്ലോ. അവിടെ ചെന്നപ്പോൾ അവർ കട്ടാൻ ഡ്രൈ പറഞ്ഞു, സ്ഥലം തരില്ല, ഞങ്ങൾ കൊടുക്കുന്നില്ല. അവർ കൊടുക്കേണ്ട എത്ര കാര്യമുള്ളവരല്ല, മാന്യമായ സാമ്പത്തിക സൗകര്യങ്ങളുള്ളവരാണ്. അതുകൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങളിത് കൊടുക്കുന്നില്ല. ഇനി ഇവരെ എങ്ങനെ പാലായിൽ നിന്ന് പറിക്കാമെന്നുള്ളതായി പാലായിലെ മുത്തിൻ്റെ പാർട്ടിയുടെ ഉദ്ദേശങ്ങൾ. അതിനുവേണ്ടി ചെയ്ത പണി എന്നാണെന്നറിയാമോ? കിഴതടിയൂരിൽ നിന്ന് മുന്നലേക്ക് ഒരു ബൈപ്പാസ് ഒരു 10 വർഷം മുമ്പ് കൊണ്ടുവന്നു. ഈ ബൈപ്പാസ് കൊണ്ടുവന്നിട്ട് ആ ബൈപ്പാസ് തന്നെ നമ്മളൊന്ന് നോക്കിക്കോണം. നമ്മൾ കൃത്യമായിട്ട് നോക്കിയാൽ കിഴതടിയൂർ പള്ളിയുടെ അവിടുന്ന് നമ്മൾ ഈ ബൈപ്പാസിൽ അങ്ങ് പോകാമെങ്കിൽ ബൈപ്പാസ് ഇങ്ങനെ വളഞ്ഞ് അങ്ങ് പോകുന്നത്. ആദ്യത്തെ ട്രാഫിക് ഐലൻഡ് 4 കൂടിയ ജംഗ്ഷനിലോട്ട് വരുന്നതിന് വരെ ബൈപ്പാസ് ഇങ്ങനെ വളഞ്ഞു പോകും. എന്നാ കാര്യം എന്നറിയാമോ? ഇഷ്ടക്കാരുടെ സ്ഥലമെല്ലാം ഒഴിവാക്കിയെടുത്തതാണ് വളഞ്ഞ്. ഇങ്ങനെ ചെന്ന് വളഞ്ഞ് സിവിൽ സ്റ്റേഷൻ്റെ പുറകെ 4 കൂടുന്ന മുക്കി കയറും. അപ്പോൾ നമ്മൾ ഈ തൊടുപുഴ റൂട്ടിൽ നിന്ന് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കിഴതടിയൂർ പള്ളിയുടെ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് വളഞ്ഞ് ഒരു ഏടാകുടത്തിൽ കൂടെ കയറുന്ന പോലെ വേണം ആ പള്ളിയുടെ കയറ്റം കയറി അങ്ങോട്ട് പോകാൻ. ഈ പള്ളിയുടെ കയറ്റം കയറിയിട്ട് താഴോട്ട് ഇറങ്ങുമ്പോൾ ഒരു ശകലം ഇടത്തോട്ട് തിരിഞ്ഞിട്ട് ഈ വഴി ഇറങ്ങുന്നത്. എന്നിട്ട് ഈ പാല എറണാകുളം റൂട്ടിൽ അല്ലെങ്കിൽ പാല കുറവലങ്ങാട് റൂട്ടിൽ നിന്ന് കെ.എം. മാണിയുടെ വീടിൻ്റെ വാതൊക്കെ കൂടി ഇത് പോകത്തക്ക രീതി കൊണ്ടുവന്നു. കെ.എം. മാണിയുടെ വീടിൻ്റെ വാതൊക്കെ കൂടി അങ്ങോട്ട് കയറിയിട്ട് ആ കയറ്റം കയറി കഴിയുമ്പോൾ അവിടെ നിന്ന് ഒരു ശകലം ഇടത്തോട്ടങ്ങ് വളഞ്ഞു. എന്തിനാണെന്നറിയാമോ? അങ്ങനെ വളഞ്ഞാലേ ഈ ഡോക്ടർ പൽപ്പുവിൻ്റെ കൊച്ചുമോളുടെ വീട് പൊളിച്ച് കളയുന്നത് പോലെ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ കൃത്യമായിട്ട് ഉപദ്രവിക്കേണ്ടവരെ എല്ലാം ഉപദ്രവിച്ചും സംരക്ഷിക്കേണ്ടവരെ എല്ലാം സംരക്ഷിച്ചും വളച്ചും പുളച്ചും ഒക്കെ ഈ റോഡുണ്ടാക്കി.
അങ്ങനെ ഈ റോഡ് നമ്മൾ ആ റോഡിൽ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്കറിയാം, വണ്ടി ഓടിക്കുന്നവർക്കറിയാം അതിന് പല സ്ഥലത്തും, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ഈ സിവിൽ സ്റ്റേഷൻ്റെ പുറകിലത്തെ ആ ട്രാഫിക് നാലും കൂടെ കൂടുന്ന ആ സ്ഥലത്ത് നിന്ന് നമുക്ക് വണ്ടി എടുത്ത് അങ്ങോട്ട് തിരിച്ച് കയറണേ ഭയങ്കര പാടാണ്. പക്ഷേ അത് ഇച്ചിലൂടെ നേരെ റോഡങ്ങ് പോയാൽ കുഴപ്പമില്ലായിരുന്നു. അത് നേരെ പോകാത്ത രീതിയിൽ കൈകാര്യം ചെയ്തു കൊടുത്തതാണ്. ഒഴിവാക്കേണ്ടവരെല്ലാം ഒഴിവാക്കി. പക്ഷേ ഡോക്ടർ പൽപ്പുവിൻ്റെ കൊച്ചുമോടെ വീട് പൊളിക്കുക ഉള്ളത് വ്യക്തമായ പദ്ധതിയായിരുന്നു. അവസാനം കൊണ്ടുപോയി കേമാണിയുടെ വീടിൻ്റെ ആ കയറ്റം കയറി കഴിയുമ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞേക്കുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അതേസമയത്ത് ഇത് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് പോവുകയായിരുന്നെങ്കിൽ, ഇപ്പോൾ കെട്ടിടങ്ങൾ പലതും ഈ ഹൈവേ വന്ന ശേഷം ഉണ്ടായതാണ്, സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് പോവുകയായിരുന്നെങ്കിൽ PWDയുടെ ഗസ്റ്റ് ഹൗസ് അങ്ങ് പൊളിച്ചിട്ട് നേരെ അങ്ങ് വിട്ടാൽ മതിയായിരുന്നു. സർക്കാരിൻ്റെ സാധനം പോകരുത്. പക്ഷേ സർക്കാരിൻ്റെ സാധനം എന്നുള്ളതല്ല, ഇവരെ തകർക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഉദ്ദേശം. വ്യക്തമായ പദ്ധതി വെച്ചോണ്ട് അതിലൂടെ തന്നെ ഇതിൻ്റെ അലൈൻമെൻ്റ് അങ്ങ് കൊണ്ടുവന്നു. അപ്പം വീട്ടുകാർ പറഞ്ഞു, ഞങ്ങൾക്ക് പരാതിയില്ല, ഞങ്ങൾ റോഡ് തടയുന്നില്ല, ഞങ്ങൾ വിട്ടു തന്നേക്കാം. അങ്ങനെ റോഡിന് വേണ്ടി തഹസീൽദാർ വന്ന് അതിന് വിലയിടുക. തഹസീൽദാർ വിലയിട്ട് എത്രയാണെന്നറിയോ? ഒരു ആറിന് 2.5 ഏക്കറാണ് ഒരാറ്, 2.48 ഏക്കറും. ഒരാറിന് 2,83,401 ആണ് അതിൻ്റെ വില. അപ്പോൾ അതും പ്രകാരം ഇവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അവിടെ വിലയിട്ടേക്ക് നോക്കണം, 2,83,401. ഭയങ്കര കൃത്യമായിട്ടാണ് തഹസീൽദാർ 401 രൂപ. എന്നാ കൃത്യമായിട്ടാണ് നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കാര്യങ്ങൾ നോക്കണം. ഞാനത് മനസ്സിലാക്കിയപ്പം ഒരു സെൻറ്റിന് 1,14,274 രൂപ 56 പൈസ. എന്നാ കൃത്യമായിട്ടാണ് ഉദ്യോഗസ്ഥന്മാരെ ഉണ്ടാക്കുന്നത്. ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, ഇത് കൊടുക്കുകയല്ല, ഈ വിലയ്ക്ക് കൊടുക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മരിയൻ സെൻറ്ററിൻ്റെ വാതക്കൽ, മരിയൻ സെൻറ്ററിന് അങ്ങോട്ട് കയറുമ്പോൾ ഇടതുവശത്തിരിക്കുന്ന വീടിനെക്കുറിച്ചായി പറയുന്ന റോഡിൻ്റെ വളവിൻ്റെ പ്രശ്നം ഉള്ളിടത്ത് ആ സ്ഥലം ഒരു കാരണവശാലും 1,14,000 രൂപയ്ക്ക് സെൻറ്റിന് ആരെങ്കിലും കൊടുക്കുമോ? കൊടുക്കുകയല്ല. സർക്കാരിനെ കൊണ്ട് ഇട്ടിച്ച വിലയായത്. ഈ റോഡ് ശരിക്കും കിഴതടിയൂരിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് പിടിക്കുകയാണെങ്കിൽ ഇതിലും വളരെ ലളിതമായിട്ട് ഇതിലും ചിലവ് കുറഞ്ഞൊക്കെ കൊണ്ടുപോകാം. പക്ഷേ കേമാണിയുടെ വീടിൻ്റെ വാതൊക്കെ കൂടി ഇത് പോവുകയും ചെയ്യണം, ശത്രുക്കളെ ഉപദ്രവിക്കുകയും ചെയ്യണം, മിത്രങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണം. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനെയാണല്ലോ കേരള കോൺഗ്രസ് എന്ന് പറയുന്നത്. അങ്ങനെ ഇതങ്ങോട്ട് കൊണ്ടുപോയി അതിലൂടെ കൊണ്ടുപോയി ഇങ്ങേരുടെ വീടിലേക്ക് വന്നപ്പോൾ ഈ 1,14,000 മിച്ചം സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞ് ഉടമ ഹൈക്കോടതി പോയി. ഹൈക്കോടതി പോയപ്പോൾ ഹൈക്കോടതി പറഞ്ഞു, അത് അതിൻ്റെ ഒരു നിയമം പറഞ്ഞു, 2013 ലാൻഡ് അക്വിസിഷൻ സെക്ഷൻ 36 പ്രകാരം ഈ വസ്തുവിൻ്റെ വില ഒന്ന് പുനഃപരിശോധിക്കാൻ അന്നത്തെ റവന്യൂ ചീഫ് സെക്രട്ടറി ആയിരുന്ന ടിങ്കു ബിസ്വാൾ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ ഹൈക്കോടതി ഏൽപ്പിച്ചു. പുള്ളിക്കാരത്തേക്ക് ഈ രാഷ്ട്രീയക്കാരുമായിട്ട് ഭയങ്കര ബന്ധം ഉണ്ടായിരുന്നതുകൊണ്ട് പുള്ളിക്കാരത്തി പറഞ്ഞു, ഇതൊന്നും എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ല, വേണേൽ ജില്ലാ കോടതി പൊക്കോളാൻ പറഞ്ഞു. ഉടമസ്ഥൻ എന്നാ കാണിച്ചു? ഉടമസ്ഥൻ ജില്ലാ കോടതി പോയില്ല, നേരെ ഹൈക്കോടതി പോയി. ഹൈക്കോടതി പോയി കഴിഞ്ഞപ്പോൾ ഇത് കോടതി അലക്ഷ്യമായതുകൊണ്ട് ഈ ടിങ്കു ബിസ്വാൾ എന്ന് പറയുന്ന വ്യക്തിയെ ഹൈക്കോടതി 1,00,000 രൂപ അങ്ങ് ശിക്ഷിച്ചു. ഇപ്പം നിലവിലിത് അപ്പീലായി നിൽക്കുക, അപ്പീലായി കോടതി നിൽക്കുക. കാരണം ഉദ്യോഗസ്ഥയെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ 1,00,000 രൂപ ശിക്ഷിച്ച കേസാണ് ഇത്. ശിക്ഷ അപ്പീൽ നിൽക്കുകയാണ്. അപ്പീലും കൂടിയൊക്കെ തള്ളി ശിക്ഷ ശരിവെച്ചാൽ ഇവർക്ക് പെൻഷൻ മേടിയിൽ പോലും ഉണ്ടാകുമോ എന്നത് കണ്ടറിയണം. സർക്കാർ ഉദ്യോഗസ്ഥന്മാരോടും പറയട്ടെ, പാർട്ടിക്കാർ പറഞ്ഞിട്ട് വേണ്ടാതീരം കാണിച്ചു വെച്ചു ടിങ്കു ബിസ്വാൾ എന്ന് പറയുന്ന സെക്രട്ടറി. അയാൾക്ക് പണി ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞപ്പോൾ 50,000 രൂപ പിഴ കിട്ടിക്കഴിഞ്ഞപ്പോൾ പെൻഷനും സഹിതം പോകുന്ന രീതി വന്നപ്പം രാഷ്ട്രീയക്കാരൻ എന്ത് ചെയ്യേ? ഇതേ കാര്യം തന്നെ ഞാൻ പറയട്ടെ, പാലായിലെ PWD ഉദ്യോഗസ്ഥന്മാരോട് പറയട്ടെ. കളരിയാമാക്ക പാലവും ലണ്ടൻ ബ്രിഡ്ജും ഈ ആറ്ററമ്പ് ഹൈവേയുടെ ഒക്കെ പുറകിൽ നടക്കുന്ന കളികൾ യഥാർത്ഥത്തിൽ വെളി വന്നാൽ ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാം പണി പോകും. അല്ലെ ഉദ്യോഗസ്ഥന്മാർ പെൻഷൻ മേടിക്കില്ല. കേരളത്തിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാരോടും പറയട്ടെ, രാഷ്ട്രീയക്കാർ പറയുന്ന കേട്ടോണ്ട് തുള്ളാൻ നിന്നാൽ പെൻഷൻ മേടിച്ച് ജീവിതം ഉണ്ടാകുകയെന്ന് നിങ്ങൾ പ്രത്യേകം ഓർത്തുകൊള്ളണം എന്നും കൂടെ ഓർമ്മിപ്പിക്കട്ടെ. അപ്പോൾ ഈ കേസ് ഹൈക്കോടതിയിൽ നിൽക്കുന്ന സമയത്ത് ഈ ഉടമസ്ഥനെ നിരന്തരമായി ഇവരുടെ വീട്ടിൽ പോയി രാഷ്ട്രീയമായും പോലീസിനെ ഉപയോഗിച്ചും അല്ലാതെയൊക്കെ നിരന്തര സമ്മർദ്ദങ്ങൾ ഇങ്ങനെ ചെയ്തപ്പോൾ ഈ വീട്ടിലെ ഒരു യുവാവ് മാനസികമായി തകർന്ന് ചങ്കുപൊട്ടി മരിക്കുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായി. അങ്ങനെ ഇതിൻ്റെ എല്ലാം പാപശാപഭാരങ്ങൾ ഈ കേമാണിയുടെ കുടുംബത്തിൽ വന്ന് കയറും. കാരണം അയാളുടെ വാശിയാണ് ഇത് മുഴുവൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനിത് ഈ ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ തന്നെ ഇങ്ങനെ ചിന്തിച്ചിരുന്നു, ഇത് എന്തുകൊണ്ടാണ് വഴി ഇങ്ങനെ കിടക്കുന്നത്. ഇതിനെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴാണ് ചില പത്രക്കട്ടിങ്ങുകൾ എൻ്റെ കിട്ടിയത്.
ആ പത്രക്കട്ടിങ്ങുകൾ കിട്ടി ഇതിൻ്റെ ഉടമസ്ഥനെ അന്വേഷിച്ച് അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം ഇതിൻ്റെ കോടതി കൊടുത്ത മുഴുവൻ രേഖകളും എൻ്റെ കയ്യിൽ എടുത്തു തന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വീഡിയോ ചെയ്യാമെങ്കിൽ തന്നു, ഇതാണ് കാര്യങ്ങൾ, എല്ലാ രേഖകളും കോർട്ട് ഓർഡറുകളും കോപ്പികളും എല്ലാം തന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഇത് ഇങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ജോസ് കെ മാണി ഒരു യാത്ര നടത്തുക, വികസന സന്ദേശ യാത്ര എന്നെങ്ങാണ്ട് അതിൻ്റെ പേര്. ഞാൻ ഓർക്കുമായിരുന്നു ജോസ് കെ മാണിയുടെ പാർട്ടി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവർ LDFിലുണ്ട്. ഇവരുടെ മന്ത്രി റോഷി അഗസ്റ്റിനുണ്ട്, ഇവർക്ക് ചീഫ് വിപ്പ് ജയരാജുണ്ട്, ഇവർക്ക് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എന്ന് പറയുന്നൊരു MLA ഉണ്ട്, ചങ്ങനാശ്ശേരിയിലെ MLA ഉണ്ട്. ഇവരുടെ എല്ലാം പാർട്ടി നേതാവിൻ്റെ ആസ്ഥാനത്തോട്ട് ഇവർ വരുമ്പം ഇവരിങ്ങനെ മൂക്കെ പിടിക്കാൻ പോകുന്ന പോലെ ഇങ്ങനെ വളഞ്ഞ അതിലൂടെ പോകുന്നത്. ജോസ് കെ മാണി അയാളുടെ വീട്ടിൽ നിന്ന് എങ്ങോട്ട് പോകണേലും ഇങ്ങനെ ഈ വളഞ്ഞ് ഈ അപകടകരമായ റോഡിൽ കൂടിയാണ് പോകുന്നത്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവർ ഭരണത്തിലുണ്ടായിട്ട് ഞാൻ ജോസ് കെ മാണിയോട് ചോദിക്കട്ടെ, അല്ലെ റോഷിയോട് ചോദിക്കട്ടെ, അല്ലെങ്കിൽ ഈ പാർട്ടിക്കകത്തുള്ള MLA മാരോട് ചോദിക്കട്ടെ, നിങ്ങൾ ചോദിച്ചാൽ മുഖ്യമന്ത്രി ഇതിന് ഫണ്ട് അനുവദിച്ച് തരികയല്ലേ? നിങ്ങൾ ചോദിച്ചാൽ പൊതുമരാമത്ത് മന്ത്രി ഇതിന് ഫണ്ട് അനുവദിച്ച് തരികയല്ലേ? നിങ്ങൾ ചോദിച്ചാൽ ആരാണ് ഇതിന് ഫണ്ട് അനുവദിച്ച് തരാത്തത്? അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇടുക്കിയിൽ നിന്നൊക്കെ വന്ന് റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന മന്ത്രി തിരുവനന്തപുരത്തേക്ക് പോകാൻ ജോസ് കെ മാണിയുടെ വീടിൻ്റെ വാതക്ക കൂടെ വന്നാൽ ഈ ഏടാകുളത്തിൽ കൂടിയാണ് ഡെയിലി പോകുന്നത്. ജോസ് കെ മാണി ഈ ഏടാകുളത്തിൽ കൂടിയാണ് അതേ ഡെയിലി പോകുന്നത്. ഈ പാർട്ടിയുടെ പ്രവർത്തകരും ഇതിൻ്റെ MLA മാരും എല്ലാം വരുന്നത് ഈ ഏടാകുളത്തിൽ കൂടിയാണ്. ഈ നാട്ടുകാർ കഴിഞ്ഞ 8-10 വർഷമായിട്ട് നാട്ടുകാർ ഈ ഏടാകുളത്തിൽ കൂടിയാണ് തിരിഞ്ഞു പോകുന്നത്. ധാരാളം അപകടങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വന്തം മൂക്കിന് കീഴേ ഉള്ള ഒരു റോഡ് നിങ്ങളുടെ വീട്ടിൽ നിന്നും പൈസ എടുത്ത് കൊടുക്കണ്ട, സർക്കാരിന് പൈസ ഉണ്ടല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് LDF സർക്കാർ ഏതാണ്ട് 20 ലക്ഷം കോടി രൂപ കൈകാര്യം ചെയ്തിട്ടുണ്ട്. 20 ലക്ഷം കോടി. ഈ 20 ലക്ഷം കോടിക്കകത്തുനിന്ന് 20 ലക്ഷം കോടിക്കകത്തുനിന്ന് 10, 15, 20 കോടി മാന്യമായിട്ട് വില കൊടുത്താൽ ആ സ്ഥലം മേടിക്കാൻ മേലേ? ആ സ്ഥലം മേടിച്ച് ആ വഴി വികസിപ്പിക്കാൻ വയ്യാത്ത നിങ്ങൾ ജോസ് കെ മാണിയോട് ചോദിക്കട്ടെ, പിന്നെ നിങ്ങൾ എന്നാ വികസന സന്ദേശമായി നാട്ടിലോട്ട് നിങ്ങൾ കൊടുക്കുന്നത്? നിങ്ങൾ എന്നാ സന്ദേശ യാത്രയാണ് നടത്തിയത്? നിങ്ങളുടെ വികസനമോ? ഞങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ വ്യക്തിപരമായ വികസനം ഉദ്ദേശിച്ചാണ് നിങ്ങൾ യാത്ര നടത്തുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അറിഞ്ഞു കേൾക്കുന്നതനുസരിച്ചാണെങ്കിൽ ഈ പ്രാവശ്യം നിങ്ങൾക്ക് മത്സരിക്കാൻ പേടിയാണ്. നിങ്ങൾക്ക് പേടിയാണെങ്കിൽ നിങ്ങളുടെ ഭാര്യ മത്സരിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന അത്ര വോട്ട് പോലും കിട്ടുകയില്ല, പറ്റ പൊളിഞ്ഞു പോകും. ഇത് കൂട്ട് പണികൾ ചെയ്യല്ല. കാരണവന്മാർ ചെയ്തു വെക്കുന്നതിൻ്റെ ശാപമൊക്കെ മക്കളുടെ മേൽ വരുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പൊട്ടിപ്പൊളിഞ്ഞു പോയത്. കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം മാനസി കാപ്പനോട് തോറ്റു. കഴിഞ്ഞ പ്രാവശ്യം നിൽക്കാൻ ധൈര്യമില്ല, എന്നിട്ട് വേറൊരുത്തനെ കൊണ്ടു നിർത്തി അവൻ തോറ്റു. ഈ പ്രാവശ്യം നിൽക്കാൻ പേടിയായിട്ട് മാറി നിൽക്കുന്നു. ഭാര്യ വന്നു നിന്നാൽ ഒരു കാരണവശാലും ജയിക്കുകയില്ലെന്നുള്ള ഉറപ്പാണ്. ഇനി ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ, അല്ലെങ്കിൽ പാലക്കാരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കേരളത്തിലുള്ള ജനം പാലാ വഴി യാത്ര ചെയ്യുന്ന ജനത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ സർക്കാരിൻ്റെ പൈസ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. നിങ്ങൾക്ക് സർക്കാരിൽ നിന്ന് 10, 20 കോടി നിങ്ങൾ നോക്കി അനുവദിപ്പിക്കാൻ മേലാഞ്ഞിട്ടുമല്ല. അപ്പം നിങ്ങളുടെ ആരുടെയും വീട്ടിലെ പൈസയൊന്നും എടുക്കണ്ട. ശരിക്കും സർക്കാരിൽ പൈസയുണ്ട്. പൈസ മേടിച്ച് ഈ വഴി ഒന്ന് വികസിപ്പിക്കാൻ മേല എങ്കിൽ പിന്നെ നിങ്ങൾ എന്നാ വികസിപ്പിക്കാമെന്നും പറഞ്ഞാൽ ജനത്തിൻ്റെ മുമ്പിലോട്ട് പോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വികസന സന്ദേശ യാത്ര എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിപരമായ വികസനത്തിൻ്റെ കാര്യമാണ്. ഈ ഒരു സംഭവത്തോടു കൂടി തന്നെ നമുക്ക് മനസ്സിലാകും. മൂക്കിൻ്റെ കീഴിലുള്ള ഈ അപകട വളവൊന്ന് മാറ്റിയെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെ ഈ നാടിനെ സേവിക്കും? നിങ്ങളുടെ ഈ സ്വഭാവം ഈ മണ്ഡലത്തിലെ ആളുകൾക്ക് മനസ്സിലായതുകൊണ്ടാണ് കഴിഞ്ഞ മുമ്പിലത്തെ പ്രാവശ്യം നിങ്ങളെ ആടപടലം തോപ്പിച്ചത്. കഴിഞ്ഞ പ്രാവശ്യവും നിങ്ങളുടെ ആളിനെ തോപ്പിച്ചത്. കാപ്പനെ കൊണ്ട് ആ സ്ഥലം എടുപ്പിച്ച് ആ വളവ് നൂർപ്പിക്കാത്തതിൻ്റെ പുറകിൽ നിങ്ങളാന്ന് 100% ഞങ്ങൾക്കറിയാം. അല്ലെങ്കിൽ കാപ്പനത് എടുത്തേനെ. നിങ്ങളുടെ മന്ത്രി ദിവസം പോകുന്ന മന്ത്രിക്ക് ഈ വഴി അറിയത്തില്ല. ഈ വഴി അറിയാൻ മേലായിട്ടാണോ റോഷി അഗസ്റ്റിന് എടുപ്പിക്കാൻ മേലായിരുന്നോ? അപ്പോൾ വെറുതെ മനുഷ്യൻ്റെ കണ്ണി പൊടിയിടാനുള്ള വികസന സന്ദേശ യാത്ര എന്ന തട്ടിപ്പുമായി ജനത്തിൻ്റെ മുമ്പിൽ ചെന്നാൽ ഭർത്താവിനെയും തോപ്പിക്കും, ഭാര്യ നിന്ന ഭാര്യയും തോപ്പിക്കും, മകൻ നിന്ന മകനെയും തോപ്പിക്കും. ഏതവൻ നിന്നാലും മാണി കോൺഗ്രസിൻ്റെ പാലാമണ്ഡലത്തിൽ നിന്നാൽ തോപ്പിക്കുമെന്ന് നാട്ടുകാർ വാശിയോടെ പറയുന്നതിൻ്റെ കാരണം ഇതൊക്കെയാണെന്ന് ഓർത്തിരുന്ന് പരിഹരിച്ചാൽ കൊള്ളാം എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.